ഇന്ന് നമുക്ക് ഒരു അവിയലുണ്ടാക്കാം. അതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികൾ, എല്ലാ പച്ചക്കറികളൊന്നുമില്ല, ഉണ്ടായിരുന്ന കുറച്ച് പച്ചക്കറികളുണ്ട്. ഇത് കറിയൊക്കെ വെച്ചിട്ട് മിച്ചം വന്ന കഷ്ണങ്ങളൊക്കെയാണ്, സാമ്പാറിനകത്തൊക്കെ ഇട്ടിട്ട് അതൊക്കെ വെച്ച് നമുക്ക് ഇന്നൊരു ഉള്ളത് കൊണ്ട് അവിയൽ പോലെ ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ നമ്മുടെ പച്ചക്കറികളെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു കഷ്ണം പടവലങ്ങയുണ്ട്, ഒരു ക്യാരറ്റുണ്ട്, പിന്നെ പയർ 3-4 ഉണ്ട്, ഒരു ഏത്തക്കയുണ്ട്, ഒരു മുരിങ്ങയ്ക്കയുണ്ട്, 5-6 കോവയ്ക്കയുണ്ട്, ഒരു സവോളയുണ്ട്, 3-4 പച്ചമുളകുണ്ട്. ഇത്രയാണ് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് അവിയലിന് പാകത്തിനുള്ള കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് അരപ്പും കൂടെ ചേർത്ത് ഇളക്കി വേവിച്ച് അവിയലാക്കി എടുക്കാം. ഞാനിത് അടുപ്പേ വെക്കാൻ പോവുകയാണേ. അതിനു മുമ്പ് തീ കത്തിക്കുന്നതിന് മുമ്പ് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി ഒരിച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാവേ. ഇത് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് 2 ടേബിൾ സ്പൂണോളം വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു. ഇനി നമുക്കിത് വേവിക്കാൻ വെക്കാം. ചെറു തീയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ആവി കയറി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടാതെ നമ്മൾ വെച്ചത്. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാവേ. ഉപ്പിട്ടിളക്കി ഒന്നുകൂടെ ചെറുതീയിൽ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് ചെറുതീയിൽ. അത് കഴിഞ്ഞ് തുറന്നപ്പോഴത്തേക്ക് ഏകദേശം വേവായിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പച്ചക്കറി വേപ്പില ഇട്ടു. ഒന്നുകൂടെ ഇളക്കി വെക്കാം. ഏകദേശം വേവായിട്ടുണ്ട്. മുരിങ്ങയ്ക്കൊക്കെ ഒരു 2 മിനിറ്റിൻ്റെയും കൂടെ വേവുണ്ട്. നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം 2-3 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ തുറന്നു. ഇപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഞാൻ കാണിച്ചില്ലായിരുന്നു എന്തൊക്കെയാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾ ഇത്രയും ചേർത്ത് അവിയലിൻ്റെ പരുവത്തിൽ ഒതുക്കിയെടുത്തതാണ്. ഈ അരപ്പ് നമുക്ക് ഈ കൂട്ടിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച്, ജാറ് കഴുകിയ വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടെ കുറച്ച് നേരം മൂടി വെക്കാം. അരപ്പൊക്കെ ഒന്ന് വേവട്ടെ. അതിനുശേഷം നമുക്ക് ഇളക്കി വെളിച്ചെണ്ണ ചേർത്ത് എടുക്കാം. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഈ അവിയലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉരുളക്കിഴങ്ങ്, ചേമ്പ്, ചേന, കാച്ചിൽ തുടങ്ങിയ കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നന്നായിട്ട് കൂട്ടാൻ പറ്റും. കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന അവിയലാണ്. അതായത് വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറികൾ മാത്രം വെച്ച്.
അവിയലിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ പോയില്ല. പിന്നെ ഇതിനകത്ത് പുളി ചേർത്തിട്ടില്ല, തക്കാളിയോ വാളംപുളിയോ തൈരോ ഒന്നും ചേർത്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഇളക്കി റെഡിയാക്കി എടുത്തു. 1 ടേബിൾ സ്പൂൺ കൂടെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്നുകൂടി ഇളക്കി നമുക്ക് ഒന്ന് മൂടി വെക്കാം കുറച്ച് നേരം, വെളിച്ചെണ്ണയുടെ ഫ്ലേവറൊക്കെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ അവിയൽ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ അവിയൽ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.